ഹലോ ഡിയേഴ്സ്, ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മിക്കവരും ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് വൃഷ്ണങ്ങൾ, അല്ലേ? എന്നാൽ എല്ലാവർക്കും അതിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. എന്നാൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ ചിലർ അങ്ങനെ അത് ആസ്വദിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. എങ്ങനെ നിങ്ങൾക്ക് വൃഷ്ണത്തിനെ കൈകൊണ്ടും വൈകൊണ്ടൊക്കെ ഉത്തേജിപ്പിക്കാമെന്നും അതിലൂടെ ഏറ്റവും നല്ല ഒരു രതിമൂർച്ചയിലെത്തിക്കാമെന്നുമാണ്. ഇങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും നിങ്ങൾക്കുണ്ടാകും. ഓവറോൾ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല രീതിയിലേക്ക് ഹോർമോൺ ഉണ്ടാക്കാനും അതുപോലെ ബീജങ്ങളുടെ ഉൽപ്പാദനമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള മസാജിങ് സഹായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തിന് ഒരു മെയിൻ റോള് വഹിക്കുന്ന ഒരാൾ തന്നെയല്ലേ വൃഷ്ണങ്ങൾ. അവിടെയാണ് ബീജത്തിൻ്റെ ഉൽപ്പാദനവും നിങ്ങളുടെ പുരുഷ ഹോർമോൺ നിർമ്മിക്കുന്നതൊക്കെ അവിടെ തന്നെയാണ്, അല്ലേ? അപ്പോൾ ഇത് പറഞ്ഞ മാത്രമല്ല, ഇലാസ്റ്റിക് സ്വഭാവമുള്ള കോശങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ സഞ്ചി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ബീജത്തിൻ്റെ പ്രൊഡക്ഷൻ ശരിയായിട്ട് നടക്കത്തുള്ളൂ. നമ്മൾ ബോഡി ടെമ്പറേച്ചർ പോലും വേണ്ട, അതുകൊണ്ടല്ലേ ഇത് ഔട്ട് സൈഡിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താവും, ഇത് ബോഡിയിൽ നിന്ന് മെല്ലെ വിട്ട് താഴോട്ട് ഇങ്ങനെ ഹാങ് ആയിട്ട് നിൽക്കും. നമ്മൾ ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടാൻ നേരത്തോ അല്ലെങ്കിൽ തണുപ്പൊക്കെ ഉള്ള സമയത്തോ കണ്ടിട്ടില്ലേ, ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടി നിൽക്കും, അല്ലേ? അപ്പോൾ ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത്രയധികം നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കാവുന്ന, കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ളതാണ് ഇതിൻ്റെ മസാജിങ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മസാജ് ചെയ്യണം, നമുക്ക് കൈകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് മസാജ് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ മസാജിങ് ബ്ലഡ് ഫ്ലോ കൂട്ടുമെന്നും സ്ട്രെസ് റിലീഫാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് സാധനം പരിചയപ്പെടുത്താം. ഇതാണ് നേച്ചർ മാനിയൻ്റെ ലിഫ്റ്റ് അപ്പ് ഓയിൽ. നിങ്ങൾക്കൊക്കെ അറിയുന്ന, അല്ലേ? ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുപോലെ 20ഓളം ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ആയുഷ് സർട്ടിഫൈഡ് ആണ്. 100% നാച്ചുറലുമാണ്. ഹെർബൽ ഇൻഗ്രീഡിയൻസുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. ശതാവരി, സേഫ് മുസ്ലി, അശ്വഗന്ധ, ലങ് ഇതൊക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഉപയോഗിച്ച് നിർത്ത് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും, അങ്ങനെയൊന്നുമില്ല. ഹാബിറ്റ് ഫോമിംഗ് ഒന്നുമില്ല കേട്ടോ. ക്ലിനിക്കലി പ്രൂവനുമാണ്. ഇത് നിങ്ങൾക്ക് ലിംഗത്തിലും അതുപോലെ നിങ്ങളുടെ വൃഷങ്ങളിലൊക്കെ മസാജ് ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് ലിംഗത്തിൻ്റെ യഥാർത്ഥ സൈസിലേക്കും തടിയും നീളവും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അല്ലെങ്കിൽ സ്മോക്കിങ് ഇതൊക്കെ കൊണ്ട് ചുരുങ്ങി വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലിംഗത്തെ യഥാർത്ഥ സൈസിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ വളരുന്നല്ല കേട്ടോ, നല്ല മണമുണ്ട്. ഇത് കയ്യിലെടുത്തിട്ട് നിങ്ങൾ താഴേന്ന് മുകളിലേക്ക് ലിംഗം മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ കൂടാനും സഹായിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. സ്വയംഭവം ചെയ്യുമ്പോഴോ അല്ലാതെ നിങ്ങൾക്ക് ഓവറോൾ ഹെൽത്ത്, നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം കേട്ടോ 2 നേരം. ഇപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഇറിറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാറുവേ. ഒരു സാധാരണ തരത്തിലുള്ള വല്ല ലൈംഗിക രോഗം, വലിയ രോഗങ്ങളോ കാര്യമല്ല പറഞ്ഞാൽ, എന്തെങ്കിലും ചൊറിച്ചിലോ വെച്ചിങ്ങനെ സ്കിന്ന് സൂത്താക്കാനും ഇറിറ്റേഷനോ ഇൻഫെക്ഷനൊക്കെ മാറാനൊക്കെ സഹായിക്കും. ഈ സൂപ്പർ പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്ക് വഴി കയറി പർച്ചേസ് ചെയ്യാവുന്നത്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ചില സ്ത്രീകളും വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ചില പുരുഷന്മാരും വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലിംഗത്തിൻ്റെ ഒരു ബോള് ചെറുതാണോ, ഒന്ന് വലുതാണ്, ചിലരെ കറുപ്പാണ്, ചിലരെ ചുവപ്പാണ്, ഇങ്ങനെയൊക്കെ പല കാര്യത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ചെറുതും വലുതൊക്കെ നോർമലായിട്ടുള്ള അവസ്ഥയാണ്. സ്കിൻ കളർ വ്യത്യസ്തമാകുന്നതും അത് അവരുടെ മെലാനിൻ്റെ പ്രൊഡക്ഷൻ അനുസരിച്ച്, അല്ലാണ്ട് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇച്ചിങ്ങോ ചൊറിച്ചിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്യൂസൊക്കെ ഉള്ളൂ. ചുവന്ന് തടിച്ചു വരുമോ, നീരൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമുള്ളൂ. അല്ലാണ്ട് ഈ ചെറുതും വലുതൊക്കെ നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ പങ്കാളിനോട് ഇത് അവർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നിങ്ങൾക്കും ഇഷ്ടമുണ്ടാവണം. എന്നാൽ ആദ്യം ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. അവർക്ക് എങ്ങനെ ചെയ്യുന്നതാണ്, എങ്ങനെ തൊടുമ്പോഴാണ്, ഏത് ഇൻറ്റൻസിറ്റി തൊടുമ്പോഴാണ്, എത്ര പ്രഷർ ഉപയോഗിക്കുമ്പോഴാണ്, എങ്ങനെ വലിക്കുമ്പോഴാണ് ഒക്കെ ഉള്ളൊരു സുഖം അവർക്ക് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ചെയ്യുന്നത് സ്ത്രീ പുരുഷന് ചെയ്തു കൊടുക്കുന്ന സമയത്ത് വേണം അവരുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അവർ മിണ്ടാണ്ടിരിക്കണോ, അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇറിറ്റേഷനാണോ, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവരുടെ ഓവറോൾ ഒരു ഹെൽത്തിനും വളരെ നല്ലൊരു രതിമൂർച്ച കൊടുക്കാൻ വേണ്ടിയിട്ട് വൃഷ്ണത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ 2 കൈയും ഇങ്ങനെ വൃഷ്ണങ്ങളിൽ ഇങ്ങനെ ഒരു വാം ഫീലിംഗ് കൊടുക്കുക എന്നുള്ള വേണ്ടത്. ആദ്യം ഇങ്ങനെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ഒരു വാം ഫീലിംഗ് കൊടുക്കുക. ഓക്കെ. പിന്നെ ലിംഗത്തിൻ്റെ മുകളിലോട്ട് വരുന്ന പോലെ 2 കൈ കൊണ്ട്, ഒരു കൈ എടുത്ത് പിന്നെ രണ്ടാമത്തെ കൈ കൊണ്ട് ഇങ്ങനെ 5 വിരൽ കൊണ്ടും മസാജ് ചെയ്തിങ്ങനെ മുകളിലേക്ക് ആക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ഒരു കൈയുമ്പോൾ മറ്റേ കൈ കൊണ്ട് അങ്ങനെ. ഓക്കെ.
പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ പതുക്കെ വേണം കേട്ടോ ചെയ്യാൻ, വളരെ സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണിത്. പിന്നെ ഓരോ വൃഷ്ണങ്ങൾക്കും ഇങ്ങനെ മസാജ് ചെയ്യുക വളരെ പതിയെ, ഒന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊന്നും ഇങ്ങനെ പതിയെ ഒന്ന് മസാജ് ചെയ്യും. നടുവിലായിട്ട് വരുന്നൊരു ഭാഗമില്ലേ, ഒരു വരയൊക്കെ ആയിട്ട്, അവിടെ ഇങ്ങനെ മസാജ് ചെയ്യണം. വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുക അതിൻ്റെ മുകളിൽ, വളരെ പതിയെ വേണം കേട്ടോ. പിന്നെ അവിടെ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്നും പതിയൊന്നും വലിക്കുന്നതും ഇങ്ങനെ പിടിക്കുന്നതുമൊക്കെ നല്ലതാണ്. പ്രശ്നങ്ങളിൽ സ്ക്യൂസ് ചെയ്യുന്നത് വളരെ പതിയെ, അത് അവർക്ക് ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സുഖം കൊടുക്കുന്ന പറയുന്നത്. ഇഷ്ടമുള്ളവർക്ക് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ. വളരെ ഇങ്ങനെ സ്ക്യൂസ് ചെയ്യുന്നത് വളരെ പതിയെ ചെറുതായിട്ട്, ഞെക്കി പൊട്ടിച്ചേക്കല്ലേ. അതുപോലെ ലൈംഗികത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവരിങ്ങനെ പൊങ്ങിയിട്ടായിരിക്കില്ലേ പ്രശ്നം ഉണ്ടാവുക, അത് വളരെ പതിയെ ഒന്ന് വലിക്കുന്നത്, താഴേക്ക് വലിക്കുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കും. അതും അവർക്കൊരു നല്ല ഉത്തേജനം കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നവരുടെ വളരെ പതിയെ ഒന്ന് വലിക്കുന്നത്. പിന്നെ ടാപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ അവർക്ക് കൂടുതൽ ഉണർവൊക്കെ കൊടുക്കും. പിന്നെ വായിൽ ഉത്തേജിപ്പിക്കുന്നത്, അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോങ് ആയിപ്പോവും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.